ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനിവിടെ അത്ര അടിപൊളിയായിട്ടൊന്നും അല്ല പോകുന്നത്. കാരണം ഇവിടെ അതിഗംഭീരമായ ചൂടാണ്. ചൂടിൻ്റെ ദൈർഘ്യം ഇങ്ങനെ കൂടിക്കൂടി നമുക്കിങ്ങനെ ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കണ്ടില്ലേ, ഉദിച്ച് നിൽക്കുകയാണ് അങ്ങ് സൂര്യൻ. ഇവിടുത്തെ ചൂട് ആലോചിക്കുമ്പോൾ നമുക്ക് പുറത്ത് പോകാൻ കൂടി തോന്നില്ല. ഈ ചൂട് കാരണം ഞങ്ങളിപ്പോൾ പുറത്ത് പോക്കൊക്കെ കുറഞ്ഞു. പിന്നെ എത്രയാന്ന് വെച്ചാൽ ഡ്യൂട്ടിയും റൂമും ടോട്ടലി ഇങ്ങനെ ബോറടിച്ച് തുടങ്ങിയപ്പം എന്നാൽ പിന്നെ ഒരു ലീവൊക്കെ എടുത്ത് ഒന്ന് പുറത്തൊക്കെ പോകാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ബഹ്റിൻ ബേയിലേക്കാണ്. ബഹ്റിൻ ബേ എന്ന് പറയുന്നത് ബഹ്റിനിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസിലൊന്ന് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ പുറത്ത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഉള്ളിലേക്ക് കയറി. ഇവിടെ എൻട്രി ഫീസൊന്നുമില്ല, പാർക്കിംഗ് ഫീസ് മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പം തന്നെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഇവിടുത്തെ ഓരോ ബിൽഡിങ്ങിനും കാണാൻ പറ്റുക. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. കയാക്ക്, സൈക്ലിംഗ്, ബോട്ടിങ്, അങ്ങനെ ഒരുപാട്. കുട്ടികൾക്കൊക്കെ വന്നാൽ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. ഒരു ഈവനിങ് ടൈമൊക്കെയാണ് വരുന്നതെങ്കിൽ അത് ചൂടൊന്നും ഉണ്ടാവില്ല. ശരിക്കും ഫാമിലിക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കും തന്നെ റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ടിൻ ടവറും ഫോർ സീസൺസ് ഹോട്ടലും ഫിനാൻഷ്യൽ ഹാർബറും എല്ലാം തന്നെ നമുക്ക് തൊട്ടടുത്ത് നിന്ന് കാണുന്ന പോലെയാണ് തോന്നുന്നത്. എന്തൊരു ഭംഗിയാണ് ഇതൊക്കെ കാണാൻ തന്നെ. ഇവിടെ നമുക്ക് ഫോട്ടോഷൂട്ടിനാണെങ്കിലും വീഡിയോസ് എടുക്കാനാണെങ്കിലും ഒരുപാട് സ്ഥലമുണ്ട്. ഗാർഡൻ ആണെങ്കിലും എന്ത് ക്ലീനായിട്ട് ഇവരിതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നറിയോ. നടന്ന് കാണാനാണെങ്കിൽ ഒരുപാട് ഏരിയ ഇവിടെ ഉണ്ട്. ഞങ്ങൾ കുറച്ച് നടന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് രണ്ടാൾക്കും മടുത്തു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഫുള്ളൊന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ റെസ്റ്റോറൻറ്റ് കാണുന്ന എന്ത് ഭംഗിയാലേ, ചുറ്റും വെള്ളത്തിൻ്റെ നടുക്ക്. എത്ര എഫേർട്ട് എടുത്തിട്ടായിരിക്കും അവർ ഇതുപോലൊരു സംഭവം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇവിടെ ബഹ്റിനിലുള്ള ആൾക്കാരെക്കാട്ടിലും കൂടുതൽ പുറത്ത് ഫോറിൻ കൺട്രിയിലുള്ള ആൾക്കാരാണ് വരുന്നത് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഒരു അടിപൊളി സൺസെറ്റും കണ്ട് അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് അങ്ങനെ നടന്ന് ക്ഷീണിച്ചപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളൊരു പപ്സും ചായയും കുടിച്ച് നേരെ റൂമിലേക്ക് പോയി. ഇന്ന് അത്രയ്ക്കുള്ളൂ ഗായ്സ്, ബൈ.